KSRTCയിലെ INGC കേരള വർക്കേഴ്സ് യൂണിയനും അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് യൂണിയനും സംയുക്തമായിട്ടുള്ള TDF നടത്തുന്ന പത്രസമ്മേളനമാണ്. TDFിന്റെ വർക്കിംഗ് പ്രസിഡന്റ് വിൻസെന്റ് ഉണ്ട്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഡ്രൈവേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി സോണി, വർക്കേഴ്സ് യൂണിയന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ അജയ് തുടങ്ങിയവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ സമര പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പത്രസമ്മേളനം. വർക്കേഴ്സ് യൂണിയന്റെ വർക്കിംഗ് പ്രസിഡന്റ് വിൻസെന്റ് ആദ്യം. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 104 മാസങ്ങൾ പിന്നിടുകയാണ്. ഈ 104 മാസങ്ങളായിട്ട് ഒരു മാസം പോലും ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകി. എല്ലാ മാസവും ഏത് ദിവസം ശമ്പളം കിട്ടുമെന്ന് ഒരു നിശ്ചയമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. DA കുടിശ്ശിക 32% DA കുടിശ്ശിക വർദ്ധിച്ചിരിക്കുക. ജീവനക്കാരിൽ നിന്ന് അവരുടെ സാലറിയിൽ നിന്ന് മാനേജ്മെന്റ് പിടിക്കുന്ന ഒരു തുകയും അതാത് സ്ഥാനങ്ങളിൽ അടയ്ക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതുമൂലം ജീവനക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നാഷണൽ പെൻഷൻ സ്കീം, അതിനുവേണ്ടി ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന തുക അടയ്ക്കാറില്ല. അങ്ങനെ അടയ്ക്കാതിരിക്കുമ്പോൾ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇന്ന് 1000 രൂപയ്ക്ക് 10 യൂണിറ്റ് വാങ്ങാൻ കഴിയുമെങ്കിൽ ഇവരടയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ 5 യൂണിറ്റേ വാങ്ങാൻ കഴിയും. ഇത് റിട്ടയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് കണക്കൂട്ടാൻ കഴിയാത്ത ലക്ഷങ്ങളിലൂടെ നഷ്ടം ഉണ്ടാവാനാണ്. അതുപോലെ തന്നെ KSRTC കീഴിലുള്ള സൊസൈറ്റികളിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവരാണ് ഭൂരിപക്ഷം ജീവനക്കാർ. ആ ലോൺ തുകയുടെ EMI എല്ലാ മാസവും ജീവനക്കാരിൽ നിന്ന് പിടിക്കാറുണ്ട്. എന്നാൽ ആ തുകയും അടയ്ക്കാറില്ല. LIC അതുപോലുള്ള ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന തുകകളൊന്നും തന്നെ അടയ്ക്കുന്നില്ല. കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല. ഇപ്പോൾ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ വന്നതിന് ശേഷം ഒരുമിച്ച് ശമ്പളം കൊടുക്കുന്നു. അതൊരു വലിയ കാര്യമായിട്ടാണ് മന്ത്രി അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരുമിച്ച് ശമ്പളം UDF സർക്കാരിന്റെ കാലത്ത് ബഹുമാനായ ശിവകുമാർ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരു മാസത്തിന്റെ അവസാനത്തെ വർക്കിംഗ് ഡേ ശമ്പളം കൊടുക്കും. അടുത്ത മാസം 1-ാം തീയതി കൊടുത്താൽ മതി. പക്ഷേ 30-ാം തീയതിയോ 31-ാം തീയതിയോ കൊടുക്കും, തലേ മാസം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു മാസവും കൃത്യമായ ശമ്പളം കൊടുത്തിട്ടില്ല. ഈ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിലും ജീവനക്കാർ പരമാവധി സഹായിച്ചു. ഇപ്പൊ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നു. ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ 2ആക്കി കൊടുക്കും. അത് 10-ാം തീയതിക്കുള്ളിൽ ഒരു ഗഡു കൊടുക്കും, ഒരു 18-ാം തീയതിക്കുള്ളിൽ 2-ാം ഗഡു കൊടുക്കും. ഇങ്ങനെയായിരുന്നു നേരത്തെ. ഈ മന്ത്രി വന്നതിന് ശേഷം 18-ാം തീയതി കഴിഞ്ഞിട്ട് 2 ഗഡു കൊടുക്കും. 10-ാം തീയതി കൊടുക്കുന്നത് കൊടുക്കില്ല, ഇതും കൊടുക്കില്ല. ഇങ്ങനെയാണ്. ഇതാണ് ഒരുമിച്ച് കൊടുത്തതിന്റെ കഥ ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ പരമാവധി ക്ഷമിച്ചു. ഇപ്പൊ ഞങ്ങളെ വലിയ സമ്മർദ്ദം തൊഴിലാളികളിൽ നിന്നെല്ലാം ഉണ്ടായി. ഞങ്ങൾ ഈ സമയത്ത് ശബരിമല സീസൺ വളരെ സ്തുത്യർഹമായ നിലയിൽ ജീവനക്കാരെല്ലാം ഈ ശമ്പളം കിട്ടാതെയും ജോലി ചെയ്യും. ആ ജോലി ചെയ്തിരിക്കുന്ന സമയത്തും ഒരു പണിമുടക്കിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ഇന്നലെ ശ്രീ തമ്പാനൂർ രവിയുടെ അധ്യക്ഷതയിൽ ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടുള്ള TDFിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ എടുത്ത സുപ്രധാനമായ തീരുമാനം ഫെബ്രുവരി മാസം 3-ാം തീയതി അർദ്ധരാത്രി മുതൽ 4-ാം തീയതിയാണ്. ഫെബ്രുവരി 3 അവസാനിക്കുന്ന രാത്രി 12 മണി മുതൽ 4-ാം തീയതി അർദ്ധരാത്രി വരെ KSRTCയിൽ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചു. ആ പണിമുടക്ക് നോട്ടീസ് ഇന്ന് മാനേജ്മെന്റിനും ലേബർ ഡിപ്പാർട്ട്മെന്റിനും നൽകുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ TDFിന്റെ ആഭിമുഖ്യത്തിൽ 4-ാം തീയതി 3-ാം തീയതി അർദ്ധരാത്രി മുതൽ TDFിന്റെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഗവൺമെന്റ് വന്ന് 8.5 വർഷത്തോളമായി. ഈ 8.5 വർഷക്കാലത്തിനിടയിൽ
ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നതിന് വേണ്ടി ശമ്പളത്തിന് വേണ്ടി സമരം നടത്തേണ്ടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ മാത്രമേ ഒരുപക്ഷെ ഉണ്ടാകുന്നു. നിരന്തരമായ സമരത്തിലായിരുന്നു GDF. എല്ലാ മാസവും INTUസിയുടെയും പ്രൈവറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. കഴിഞ്ഞ മാസം 24 മണിക്കൂർ രാപ്പകൽ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി. ആ സമരത്തിലും ഈ മാസത്തെ ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇന്നലെയാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിൽക്കുമ്പോൾ വളരെ ശക്തമായ സമരം നടത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ തൊഴിലാളികളുടെ ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് GDF ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ DA 32% DA കുടിശ്ശികയുണ്ട്. ആ DA കുടിശ്ശിക നൽകണം. ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക. ഹിതപരിശോധന എന്ന് പറയുമ്പോൾ അത് GDF വലിയ മെജോറിറ്റിയിൽ വിജയിക്കും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തൊഴിലാളികൾ മുഴുവൻ, ഇപ്പോൾ CIT പോലെയുള്ള സംഘടനകൾ നിൽക്കുന്ന തൊഴിലാളികൾ പോലും മാനസികമായി GDFനെ അനുകൂലിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ GDF ഒന്നാം സ്ഥാനത്ത് വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹിതപരിശോധന നടത്താതിരിക്കും. ഹിതപരിശോധന നടത്തിയില്ല എങ്കിൽ GDF കോടതിയിൽ പോകുന്നതിനെ കുറിച്ച് വരെ ആലോചിക്കുക. അപ്പോൾ ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഇതുവരെ ഗവൺമെന്റിനെ പിന്തുണച്ചിരുന്ന CIT എടുത്തിരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെല്ലാം എപ്പോഴും പിന്തുണ കൊടുത്തിരുന്ന CIT സുശീൽ ഖന്ന റിപ്പോർട്ട് അത് നടപ്പിലാക്കരുത് എന്ന് INTUസിയും പ്രൈവറ്റ് യൂണിയനും GDFും ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ ആ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കാൻ കഴിയും, അതിലേക്ക് വേണ്ടുന്ന പരിഷ്കരണങ്ങൾ ഞാൻ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കോടതിയിൽ പോയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടനയായ CIT അടക്കം അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഡിപ്പോകൾ അടച്ചുപൂട്ടിയത്. അതുപോലെ തന്നെ പുതുതായിട്ട് ബസ്സുകൾ വാങ്ങിയില്ല. 42,000-ഓളം ജീവനക്കാരും 42,000-ഓളം പെൻഷൻകാരുമാണ് KSRTC ഉള്ളത്. 10,000-ലധികം ആളുകളെ പിരിച്ചുവിട്ടു. ഇപ്പൊ 22,000-ഓളം ആളുകൾ മാത്രമേ ഉള്ളൂ. 22,000-ഓളം വരുന്ന ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല, പെൻഷൻ കൊടുക്കാതിരുന്നിട്ടില്ല. അത് പക്ഷെ ഇന്ന് ഈ ഗവൺമെന്റ് ജീവനക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ശമ്പളം പോലും കൊടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് ശക്തമായ സമര പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതിലേക്ക് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് പറയാനാണ് ഈ അവസരത്തിൽ അവസരം വിനിയോഗിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ശമ്പള പരിഷ്കരണം നമ്മുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ശമ്പള പരിഷ്കരണം യൂണിയനുകൾ തമ്മിൽ, എല്ലാ യൂണിയനുകൾ തമ്മിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ MDയുടെ സാന്നിധ്യത്തിൽ ശമ്പള പരിഷ്കരണ കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ടിട്ട് ഒരു വർഷം കഴിയുകയാണ്. സാധാരണഗതിയിൽ ആ മന്ത്രിയും ഇല്ല, ഇപ്പോ ആ MDയും ഇല്ല, അവരെല്ലാം പോയി. പക്ഷെ ഒരു വർഷം കഴിയുന്നു. അന്ന് കരാറിൽ ഒപ്പിട്ട കാര്യങ്ങൾ തന്നെ പലതും ഇപ്പോൾ പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ തീരുമാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാതെ മുന്നോട്ട് പോവുകയാണ്. സാധാരണഗതിയിൽ ഞങ്ങളുടെയൊക്കെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു ശമ്പള കമ്മിറ്റിയുടെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ശമ്പള പരിഷ്കരണ യൂണിയനുകളുമായി ധാരണ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ക്യാബിനറ്റിൽ ആ തീരുമാനം ഉണ്ടാകും. ക്യാബിനറ്റ് അത് ശരിവെക്കും, ഗവൺമെന്റ് ഓർഡർ വരും. ഒരു വർഷം കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഓർഡർ വൈകിട്ടില്ല എന്ന് മാത്രമല്ല, ആ ശമ്പള കരാറിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അനുവിരുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഡ്രൈവർമാരുടെ കാര്യം, ഡ്രൈവർമാർക്ക് 15 ഡ്യൂട്ടിയിൽ കൂടുതൽ ചെയ്താൽ അവർക്ക് പ്രത്യേകമായ അലവൻസ് നൽകുമെന്ന് ഈ ശമ്പള കരാറിന്റെ ചർച്ചയിൽ പറഞ്ഞു. ഇതുവരെ കൊടുത്തിട്ടില്ല, അത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
ഈ ജോലി പരിഷ്കരണം ഉണ്ടായി. ജോലി പരിഷ്കരണം ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ KSRTCയിലെ ജീവനക്കാരുടെ മരണനിരക്ക് എടുത്താൽ, പ്രത്യേകിച്ച് ഡ്രൈവർമാർ, കൂടുതൽ മരണപ്പെടുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഹൃദയ സമരം പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് മരണപ്പെടുന്നത് പിന്നെ KSRTCയിലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ അത് പരിശോധിക്കണം. ജീവനക്കാരും കണ്ടക്ടർമാരായാലും ഡ്രൈവർമാരായിരുന്നാലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം വിശ്രമമില്ലാത്ത ഡ്യൂട്ടി അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ്. 12 മണിക്കൂർ ഡ്യൂട്ടി ചില മേഖലകളിൽ ഇവിടെ നടപ്പിലാക്കുന്നത്. അതിനെയും CAT പോലെയുള്ള സംഘടനകൾ എതിർക്കുന്നില്ല. അപ്പൊ അധിക ജോലി ചെയ്യുന്നവർക്ക് അധിക വേതനം പോലും കൊടുക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പിന്നെ ജീവനക്കാരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാനേജ്മെന്റിന്റെയും ഗവൺമെന്റിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശക്തമായ സമര പരിപാടികളുമായി GDF ഇതുവരെ മുന്നോട്ട് പോയി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വ്യാപക സമരം നടത്തി. അതുകൊണ്ടും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല. പെൻഷൻ കഴിഞ്ഞ 2 മാസമായി കിട്ടുന്നില്ല. അപ്പോൾ UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ പെൻഷൻ ഗവൺമെന്റ് ഏറ്റെടുത്തു. അപ്പോൾ ആ പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ പിന്നെ 3-ാം തീയതി അർദ്ധരാത്രി മുതൽ ഒരു ദിവസത്തെ പണിമുടക്കാണ് GDF ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവരുടെയും പിന്തുണയും സഹകരണവും കൂടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ബസ് അപകടങ്ങൾ, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലൊരു ബസ് അപകടത്തിൽ 2 വഴിയാത്രക്കാർ മരണപ്പെട്ടു. അതിന് ജീവനക്കാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ, ബസ്സിലെ യാത്രക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ ഷിഫ്റ്റ് ബസ്സിലെ ഹെഡ് ലൈറ്റിന്റെ പ്രകാശം വളരെ കുറഞ്ഞ, റോഡ് കാണാൻ കഴിയുന്നില്ല എന്ന ഈ വിവരം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും അതിന്റെ വീഡിയോ അദ്ദേഹത്തിന് കൊടുക്കുകയും മാനേജ്മെന്റിനെ അറിയിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലും അത് റെക്ടിഫൈ ചെയ്യാൻ ഗതാഗത മന്ത്രിയോ മാനേജ്മെന്റോ തയ്യാറാകുന്നതാണ് ആ 2 മരണങ്ങൾക്ക് കാരണം. ആ ബാച്ചിൽപ്പെട്ട പുതിയ ബസ്സുകൾ മുഴുവൻ ഈ രീതിയിൽ അരണ്ട വെളിച്ചത്തിലാണ് ഓടുന്നത്. ഇത് ജനങ്ങളുടെ ജീവന് തന്നെ ജീവന്റെ സുരക്ഷയ്ക്ക് തന്നെ അപകടമാണ്. അപ്പൊ ഇത് യഥാസമയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും മന്ത്രി അത് പരിഹരിച്ചില്ല എന്നതാണ് ഈ മരണം. യഥാർത്ഥത്തിൽ ഈ അപകടത്തിന് മന്ത്രിയുടെയും CMDയുടെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞിട്ട് പോലും അത് പരിഹരിച്ചില്ല. അതിനു മുമ്പ് 4 മരണം മാവേലിക്കരയിൽ നിന്ന് നമ്മുടെ തഞ്ചാവൂരിലേക്ക് തീർത്ഥയാത്ര പോയ ബസ് കൊക്കയിലേക്ക് പറഞ്ഞ് 4 മരണം. ആ ബസിന്റെ പഴക്കം 10 വർഷമാണ്. സാധാരണഗതിയിൽ ദീർഘദൂര റൂട്ടുകൾ UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നത് വരെ എല്ലാ ഗവൺമെന്റുകളുടെയും കാലത്ത് ദീർഘദൂര സർവീസുകൾ പുതിയ ബസ് എടുത്താൽ 5 വർഷം മാത്രമേ ദീർഘദൂര സർവീസുകൾ ഓടുകയുള്ളൂ. ബാക്കി 10 വർഷം ഓർഡിനറി ആയിട്ട് ഓടുകയാണ്. ഇപ്പോ ഈ 10 വർഷം കഴിഞ്ഞ ബസ്സുകൾ ഓടുകയാണ്. ആ ഡ്രൈവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ബ്രേക്ക് ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല, സ്പെയർ പാർട്സുകൾ കൃത്യമായി വാങ്ങിക്കൊടുക്കുന്നില്ല, ആവശ്യമുള്ള സ്പെയർ പാർട്സുകൾ വാങ്ങിക്കൊടുക്കുന്നില്ല. ഈ നിലയിലാണ് ഈ അപകടങ്ങൾ വരെ ഉണ്ടാക്കുന്ന തരത്തിലായിട്ട് പുതിയ ബസ്സുകൾ വാങ്ങുന്നില്ല. ഇവിടെ തന്നെ കോവിഡ് കാലത്ത് ഡോക്ക് ചെയ്തിട്ടുള്ള 2089 ബസ്സുകൾ ഇവർ സ്ക്രാപ്പ് ചെയ്തു. 2089 ബസ്സുകൾ. ആ സ്ക്രാപ്പ് ചെയ്തതിലൂടെ 39 കോടി രൂപയ്ക്കാണ് ഈ 2089 ബസ്സുകളും ഇവർ വിറ്റത്. ആ 39 കോടി രൂപയ്ക്കെങ്കിലും പുതിയ ബസ്സുകൾ വാങ്ങിയിരുന്നെങ്കിൽ കുറേയേറെ ആശ്വാസമാവുമായിരുന്നു. 100-ലേറെ ബസ്സുകൾ വാങ്ങാൻ കഴിയുമായിരുന്നു. വിറ്റ പൈസയ്ക്ക് പോലും ബസ് വാങ്ങുന്നില്ല. വാങ്ങിയ ബസ്സുകളാണെങ്കിൽ നിലവാരമില്ലാത്ത. ഈ പുതിയ ബസ്സുകൾ വാങ്ങിയപ്പോൾ ആദ്യ ബാച്ച് വന്നപ്പോൾ തന്നെ GDF വളരെ വ്യക്തമായി മന്ത്രിക്കും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ ബസ്സിന്റെ നിലവാരമില്ലായ്മയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബസ് കൊണ്ടിറങ്ങിയപ്പോൾ തന്നെ എല്ലാ ഗ്ലാസുകളും പൊട്ടി തറയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായി. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആ ബസ്സിലും ഈ ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ബസ്സിന്റെ കമ്പനി അത് റെക്ടിഫൈ ചെയ്തതിന് പകരം അത് മുഴുവനും റെക്ടിഫൈ ചെയ്യുന്നത് KSRTC ആണ്. ബസ് കമ്പനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. KSRTC അത് മുഴുവൻ റെക്ടിഫൈ ചെയ്തു. ഇപ്പോഴത്തെ ബസ്സിനും ആ കുഴപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ബസ് വാങ്ങുമ്പോൾ എഞ്ചിനീയർമാരുടെ ഒരു ടെക്നിക്കൽ സംഘം പോയി പരിശോധിച്ച് KSRTCക്ക്
യോജിച്ചതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് റോഡിൽ ഇറക്കുന്നത്. അങ്ങനെ ഇറക്കിയ ബസ്സുകളുടെ അവസ്ഥയാണിത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ ബസ്സുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിവെക്കുന്നതിന് 2 ബസ്സുകളുടെ ഷാസി പൊട്ടി. 2 ബസ്സുകളുടെ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. അത് കമ്പനിയെ കൊണ്ട് അത് പരിഹരിക്കും എന്ന് മന്ത്രി പറഞ്ഞിട്ട് ഇത് വെൽഡ് ചെയ്തിട്ടാണ് ഇപ്പോ ഓടുന്നത്. അങ്ങനെ ഓടാൻ പാടില്ല. ഷാസി പൊട്ടിക്കഴിഞ്ഞാൽ പുതിയ ബസ് ഷാസി വാങ്ങി വേണം ബസ് ഇറക്കാൻ. അത് ചെയ്തിട്ടില്ല. അപ്പോ ബസ്സിന്റെ നിലവാരമില്ലായ്മ അതിനകത്ത് വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് മന്ത്രി മൂന്നാറിലേക്ക് ഒരു ഡബിൾ ഡെക്കർ ബസ് മുഴുവനും ഗ്ലാസ് ഇട്ട് ഇറക്കി. മൂന്നാറിലേക്ക് എന്ന് പറഞ്ഞ് ഇറക്കിയ ബസ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഓടുകയാണ്. നിങ്ങൾ നോക്കണം, തിരുവനന്തപുരത്ത് ആ ബസ് ഓടുകയാണ്. ആ ബസ് മുഴുവനും ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത ബസ്സാണ്. മൂന്നാറിൽ AC വേണ്ട, അപ്പൊ അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ ഇവിടെ ഈ തിരുവനന്തപുരത്തൂടെ ആ ബസ് സഞ്ചരിക്കുമ്പോൾ യാത്രക്കാര് വെന്തുരുകും അതിനകത്ത്. എന്താണ് മൂന്നാറിൽ കൊണ്ടുപോകാത്തത്? ഈ ബസ് 13 വർഷവും 10 മാസവും പഴക്കമുള്ള ബസ്സാണ്. 7 മാസം ഡോക്ക് ചെയ്തു. ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന ഈ ഡബിൾ ഡെക്കർ ബസ്സിന് 7 മാസം ഡോക്ക് ചെയ്തിട്ടാണ് അത് രൂപമാറ്റം വരുത്തിയത്. ആ 7 മാസം ഡോക്ക് ചെയ്തതിലൂടെ തന്നെ 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. അപ്പൊ വെറും 1 വർഷവും 2 മാസവും മാത്രം നിയമപരമായി നിരത്തിൽ ഓടാൻ കഴിയുന്ന ഈ ബസ്സിന് 35 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഇത് മുഴുവനും ഗ്ലാസ് ഇട്ടത്. മന്ത്രി പറയുന്നത് ബസ്സിൽ സഞ്ചരിക്കുന്നവരുടെ ഷൂസ് വരെ കാണാം. വഴിയിൽ നിൽക്കുന്ന ആളിന് ബസ്സിൽ സഞ്ചരിക്കുന്നവരുടെ ഷൂസ് കാണാൻ വേണ്ടി 10 വർഷവും 13 വർഷവും 10 മാസവും പഴക്കമുള്ള ഒരു ബസ്സിന് ഗ്ലാസ് ഇട്ട് പോയി. മന്ത്രി പറയുന്നത് മഞ്ഞും മഴയും കാണാം. ഇപ്പൊ തിരുവനന്തപുരത്ത് മഞ്ഞ് കണ്ടുകൊണ്ട് നടക്കുകയാണ് ഈ ബസ്സുകൾ. PF ഉള്ള പൈസ സ്വന്തം വീട് ജപ്തി നടപടിയിൽ നിൽക്കുമ്പോ PF ഒരു ലോൺ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ 1 ലക്ഷം രൂപ പോലും കൊടുക്കാത്ത KSRTC ആണ് 13 വർഷവും 10 മാസവും പഴക്കമുള്ള ബസ്സിനെ 35 ലക്ഷം രൂപ കൊടുത്ത് ആൾക്കാർ ദൂർത്താണ്. കാലാകാലങ്ങളായി വരുന്ന മന്ത്രിമാരും മാനേജ്മെന്റ് നടത്തുന്ന ദൂർത്തുകൾ ഈ KSRTCയുടെ പ്രതിസന്ധി വഴിയൊരുക്കുകയാണ്. ഇതിന്റെ എല്ലാം പാപഭാരം അനുഭവിക്കുന്ന തൊഴിലാളികളാണ്. അതുകൊണ്ടൊരു നിർബന്ധിതമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത്. പൊതുജനങ്ങളും എല്ലാവരും ഈ പണിമുടക്കിനോട് സഹകരിക്കണം.